LDFും UDFും NDAയും നിയമസഭാ തെരഞ്ഞെടുപ്പിലെ പ്രകടന പത്രികകൾ പുറത്തിറക്കിയതോടെ രാഷ്ട്രീയ കേരളത്തിന്റെ പ്രധാന ചർച്ചകളിലൊന്ന് ഇതിനെ ചുറ്റിപ്പറ്റിയാണ്. പ്രകടന പത്രികയിൽ ആരാണ് മുന്നിലെന്ന ചോദ്യമാണ് വോട്ട് കമന്റ് ഇന്ന് മുന്നോട്ട് വെച്ചത്. അതിന് പ്രേക്ഷകർ നൽകിയ വോട്ടുകളും കമന്റുകളും പരിശോധിക്കുന്ന വോട്ട് കമന്റിലേക്ക് പ്രിയ പ്രേക്ഷകർക്ക് സ്വാഗതം. പ്രകടന പത്രികയിൽ ആരാണ് മുന്നിൽ എന്ന ചോദ്യത്തിന് പ്രേക്ഷകർ നൽകിയ വോട്ടുകൾ നമുക്ക് ആദ്യം പരിശോധിക്കാം. UDF ആണ് മുന്നിലെന്ന് പ്രേക്ഷകരിൽ 56% പേർ പറയുമ്പോൾ LDF എന്ന് 30% പേർ, NDA എന്ന് 11% പേരുമാണ് വോട്ട് രേഖപ്പെടുത്തിയത്. ഇതിൽ ആരുമില്ലെന്ന് 2% പേരും പറയുന്നു. പ്രേക്ഷകരിൽ 40,000-ത്തിലധികം പേരാണ് ഇപ്രാവശ്യം വോട്ട് ചെയ്തത്. അപ്പോൾ നമുക്ക് നേരെ ഇതിലേക്ക് പോകാം. ഈ പ്രകടന പത്രിക എന്ന് പറയുന്നത് ഈ 2 LDF സർക്കാരിന്റെ കാലത്താണല്ലോ ഇത്രയും ചർച്ചയായത്. അതിന് മുന്നേ ഈ പ്രകടന പത്രിക ഇലക്ഷൻ വരുന്നു, പ്രകടന പത്രിക അതൊരു ചടങ്ങ് പോലെ നടക്കുന്നു. അത് നടപ്പാക്കിയോ ഇല്ലേ എന്നൊന്നും ആരും അന്വേഷിക്കാറില്ല. പക്ഷെ LDF സർക്കാർ അത് കൃത്യമായിട്ട് ആദ്യത്തെ പ്രകടന പത്രികയിൽ എന്തെല്ലാം നടപ്പാക്കി, പ്രോഗ്രസ് റിപ്പോർട്ടൊക്കെ വെച്ച് ജനങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിച്ചു. അതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പം അത് എന്തായാലും LDFന്റെ പറഞ്ഞു തുടങ്ങിയതുകൊണ്ട് നമുക്ക് അതിലെ വാഗ്ദാനങ്ങൾ തന്നെ ആദ്യം എടുത്തിട്ട് പ്രധാനപ്പെട്ട തുടങ്ങാൻ തോന്നുന്നു. ഓക്കെ, അപ്പം ഈ LDFന്റെ പ്രകടന പത്രികയിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് അവർ പ്രധാനമായും ഒരു ഭരണ തുടർച്ച ഉണ്ടാവുകയാണെങ്കിൽ ഇതുവരെ നടത്തിയ പ്രവർത്തനങ്ങൾ എങ്ങനെയാണോ അതിൻ്റെ ഒരു തുടർച്ച, അതെ, അവരുടെ പദ്ധതികളും വികസനങ്ങളും അവർ മുന്നോട്ട് വയ്ക്കുന്ന പദ്ധതികളും വികസനങ്ങളും അതിൻ്റെ ഒരു തുടർച്ച എന്നുള്ള നിലയ്ക്കാണ് അവരുടെ പദ്ധതികൾ അധികവും എന്ന് പറയേണ്ടി വരും. അപ്പം നമുക്കറിയാലോ, അപ്പം നേരത്തെ നസീബ് പറഞ്ഞെടുത്ത് വെച്ചിട്ടാണെങ്കിൽ ഈ സർക്കാർ 2021 അധികാരത്തിലേറെ സർക്കാർ കഴിയുന്ന സമയത്ത് 900-ഓളം വാഗ്ദാനങ്ങളായിരുന്നു അധികാരത്തിൽ വരുന്ന സമയത്ത് അവർ മുന്നോട്ട് വെച്ചത്. അതിൽ 850-ലേറെ അല്ലേ, അല്ലെങ്കിൽ 850-ഓളം വാഗ്ദാനങ്ങൾ നടപ്പാക്കിയെന്നാണ് സർക്കാർ പറയുന്നത്. ഇപ്പം 2016 കണക്കാണെങ്കിലും 600-ഓളം വാഗ്ദാനങ്ങൾ പദ്ധതികൾ മുന്നോട്ട് വെച്ചു. അതിൽ 580-ഓളം പദ്ധതികൾ നടപ്പാക്കിയെന്നാണ് സർക്കാർ മുന്നോട്ട് വെക്കുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ ഇത്തവണത്തെ സർക്കാർ പ്രകടന പത്രികയിലെ പ്രധാനപ്പെട്ട വാഗ്ദാനം, LDF മുന്നോട്ട് വെച്ച പ്രകടന പത്രികയിലെ പ്രധാനപ്പെട്ട ചില വാഗ്ദാനങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പം അതിൽ ഓടിച്ചു പോവാം. അപ്പം അതിലൊന്ന് ഉറപ്പായിട്ട് ആളുകൾ നോക്കുന്നത് ക്ഷേമ പെൻഷൻ എത്ര എന്നായിരിക്കും. അത് 3000 ആക്കിയിട്ട് ഉയർത്തി എന്നുള്ളതാണ് ഒന്ന്. 50% സ്ത്രീകൾക്ക് ജോലി എന്ന് പറയുന്നുണ്ട്. വയോജനങ്ങൾക്ക് ചികിത്സ, തുടക്കത്തിൽ തന്നെ ചികിത്സ എന്നുള്ളൊരു കാര്യം മുന്നോട്ട് വെക്കുന്നു. പരിധിയില്ലാത്ത ചികിത്സ സഹായം മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. കിടപ്പ് രോഗികൾക്ക് സമ്പൂർണ്ണ പരിരക്ഷ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. പിന്നെ അതിൽ പ്രധാനപ്പെട്ട ഒന്ന് ലൈഫ് മിഷനാണ്. ലൈഫ് മിഷൻ 2.0, അതായത് അറിയാലോ 5 ലക്ഷത്തോളം വീടുകൾ ലൈഫ് മിഷൻ വഴി നടപ്പിലായി എന്നാണ് പറയുന്നത്. 5 ലക്ഷത്തിലേറെ. അപ്പോൾ സ്വാഭാവികമായിട്ടും അവർക്ക് അതിൻ്റെ ഒരു സെക്കൻഡ് പാർട്ട് എന്നുള്ള രീതിയിൽ അത് പറയുന്നുണ്ട്. കേവല ദാരിദ്ര്യം പൂർണ്ണമായും ഇല്ലാതാക്കും എന്ന് പറയുന്നു. ആപേക്ഷിക ദാരിദ്ര്യം കുറയ്ക്കുമെന്ന് പറയുന്നു. സ്വാഭാവികമായും അതിദാരിദ്ര്യമുക്ത സംസ്ഥാനം കേരളം എന്നുള്ളതിൻ്റെ ബാക്കിയായിട്ടാണ് അത് വരുന്നത്. തിരുവനന്തപുരത്തും കോഴിക്കോടും മെട്രോ, ട്രാൻസ്ജെൻഡർ വ്യക്തികളുടെ ചികിത്സയ്ക്ക് സ്പെഷ്യാലിറ്റി സംവിധാനം, സ്വകാര്യ മേഖലയിലും പട്ടികജാതി പട്ടികവർഗ സംവരണം, 20 ലക്ഷം വീട്ടമ്മമാർക്ക് പ്രാദേശിക തൊഴിൽ, നെല്ലിൻ്റെ താങ്ങുവില 35, റബ്ബറിൻ്റേത് 300, നാളികേരം 40, അതിങ്ങനെ പോകുന്നു. ഹൈസ്പീഡ് റെയിൽ കോറിഡോർ പറയുന്നു. സ്കൂൾ വിദ്യാർത്ഥികൾക്ക് അപകട ഇൻഷുറൻസ് പറയുന്നു. സർക്കാരുമായി ബന്ധപ്പെട്ട സ്ഥാപനങ്ങളിൽ ആർത്തവ അവധി നടപ്പാക്കും. പ്രധാനപ്പെട്ട വിഴിഞ്ഞം അതിന്റെ 2ാം ഘട്ടം പറയുന്നുണ്ട്. പ്രധാന പദ്ധതികളുടെ ഒക്കെ 2ാം ഘട്ടം എന്നുള്ള രീതിയിൽ പറയുന്നുണ്ട്. അപ്പം ഇങ്ങനെയുള്ള പദ്ധതികളൊക്കെയാണ്, അല്ലെങ്കിൽ ഒരു തുടർച്ച എന്നുള്ള രീതിയിലാണ് സർക്കാർ പ്രധാനമായും LDF പ്രധാനമായും മുന്നോട്ട് വെക്കുന്ന വാഗ്ദാനങ്ങൾ എന്ന് നമുക്ക് ഒരു ഇൻട്രൊഡക്ഷൻ എന്നുള്ള രീതിയിൽ പറയാം. അതിനകത്ത് എനിക്ക് 1-2 കമന്റ്സും കൂടെ ഉണ്ടെന്ന് തോന്നുന്നു. കമന്റ്സ് ഉണ്ട്. ഞാൻ കമന്റ്സ് കൂടി പറഞ്ഞിട്ട് നിർത്താൻ തോന്നുന്നു. റിയാൻ പറയുന്നത് UDFനെ പോലെ അല്ല LDF, ചെയ്യുന്നതേ പറയുന്നത് ചെയ്യും എന്ന് 100% ഉറപ്പുണ്ട് എന്നാണ് റിയാൻ പറയുന്ന കമന്റ്. അതിൽ കുഞ്ഞമ്മദ് കാരോടി പറയുന്നത് ആര് മുന്നിലാണെങ്കിലും LDF മാത്രമാണ് ഭൂരിപക്ഷ വാഗ്ദാനങ്ങൾ നടപ്പിലാക്കുന്നത് എന്നാണ്. അബ്ദുൽ അസീസ് പറയുന്നത് പ്രകടന പത്രികയിൽ ആർക്കും മുന്നിലെത്താം, നടത്തുന്ന കാര്യങ്ങളിൽ LDF വളരെ മുന്നിലാണ്. അതായത് നമ്മൾ ഈ പറഞ്ഞ സാധനങ്ങൾ സാധൂകരിക്കുന്ന തരത്തിലുള്ള LDF സർക്കാർ ഒരു മാതൃക ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഒരു പ്രകടന പത്രിക എന്ന് പറയുന്നത് വെറുതെ പ്രകടനം മാത്രമല്ല, അതില് ഇന്ന കാര്യങ്ങൾ നടപ്പാക്കിയത് ജനങ്ങളെ അറിയിക്കുക എന്നുള്ള ഒരു മാതൃക അവർ സെറ്റ് ഈ പ്രോഗ്രസ് റിപ്പോർട്ട് മുന്നിൽ വെച്ചതിന്റെയാണ് ഇപ്പൊ ഈ വരുന്ന എനിക്ക് കമന്റുകൾ കൂടുതൽ വരുന്നത്. അപ്പൊ അതെന്താണെന്ന് വെച്ചാൽ ഇനിയിപ്പം UDF സർക്കാർ വന്നാലും ശരി, ഏത് സർക്കാർ വന്നാലും ശരി, ഇപ്പൊ UDFനാണെങ്കിലും ഇനി അവരുടെ സർക്കാരാണ് വരുന്നതെങ്കിൽ തന്നെ അവർക്ക് ഈ അവരുടെ പ്രകടന പത്രിക
അതിൽ എത്രത്തോളം വാഗ്ദാനങ്ങൾ അവർ പൂർത്തിയാക്കി എന്നുള്ളത് ജനങ്ങൾക്ക് മുന്നിൽ വെക്കേണ്ടി വരും. കുറെ നാളുകളായിട്ട് അങ്ങനെ ഒരു രീതി ഇല്ലായിരുന്നു. LDF സർക്കാരിന്റെ കാലത്ത് അങ്ങനെ ഒരു രീതി വന്നപ്പോൾ ഇനി അത് തുടരും. ഒരു കാര്യം എന്ന് വെച്ചാൽ ഇങ്ങനെ ഒരു മാതൃക ഉണ്ടാക്കി, ഒരു നല്ല മാതൃകയാണ്. ജനങ്ങൾക്കും കൂടെ അറിയാൻ പറ്റുന്നുണ്ടല്ലോ എന്തൊക്കെ കാര്യങ്ങൾ നടപ്പിലാക്കി എന്നുള്ളത്. വിമർശനങ്ങൾ ഉണ്ടാവാം, പക്ഷെ സ്റ്റിൽ അത് നടപ്പിലാക്കി എന്നുള്ളത് അവർ മുന്നോട്ട് വെക്കുന്നു. ഒരു തെരഞ്ഞെടുപ്പിന് മുന്നേ കൃത്യമായിട്ട് വിലയിരുത്താനുള്ള ഒരു അവസരം കൂടെ ഇങ്ങനെ ഉണ്ടാവുന്നു എന്നുള്ളതാണ്. അതുകൊണ്ടാണ് മുഖ്യമന്ത്രി അത് എടുത്തു പറയുന്നത് 90% നടപ്പാക്കി എന്നൊക്കെ പറയുന്നത്. ഇതിനകത്ത് ഇനിയിപ്പം നമുക്ക് UDFന്റെ ഒരു ഇതിലേക്ക് പ്രകടന പത്രികയിലേക്ക് നോക്കുകയാണെങ്കിൽ UDFന്റെ മെയിൻ ആയിട്ടുള്ള, അതായത് ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഈ പറഞ്ഞ പോലെ ഇന്ദിരാ ഗ്യാരണ്ടിയാണ്. ഇന്ദിരാ ഗ്യാരണ്ടി 5 ഇന പ്രഖ്യാപനങ്ങൾ നടത്തിയിട്ടുണ്ട്. അതാണ് ഇത്തവണ UDF അവരുടെ ഹൈലൈറ്റ് ആയിട്ട് പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ ജനപ്രിയ പ്രഖ്യാപനങ്ങൾ എന്ന് പറയാം. ഈ പ്രഖ്യാപനം ഈ പറഞ്ഞ പോലെ പ്രകടന പത്രിക ഇവരിറക്കുന്നതിന് മുന്നേ രാഹുൽ ഗാന്ധി ഈ പ്രഖ്യാപനം പറഞ്ഞിരുന്നു. അത് ഈ 5 ഇന പദ്ധതികൾ പറഞ്ഞിട്ടുണ്ട്. ഇതിനകത്ത് പ്രധാനപ്പെട്ടത് ഒരു കുടുംബത്തിന് 25 ലക്ഷം രൂപ ചികിത്സാ ധനസഹായമായിട്ട്, അതായത് ആരോഗ്യ ഇൻഷുറൻസ് നൽകുന്നതാണ്. പിന്നെയുള്ളത് സ്ത്രീകൾക്ക് KSRTC ബസ്സിലെ സൗജന്യ യാത്ര ഏർപ്പാടാക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. കോളേജ് വിദ്യാർത്ഥിനികൾക്ക് 1000 രൂപ പ്രതിമാസ ധനസഹായമായിട്ട്. അതുപോലെ ക്ഷേമ പെൻഷനാണ്. പിന്നെ ക്ഷേമ പെൻഷൻ ആദ്യം 3000 ആക്കുമെന്ന് പറഞ്ഞതും UDF ആയിരുന്നു എന്ന് തോന്നുന്നു, ഇതിൻ്റെ ഈ 5 ഇന പദ്ധതിയുടെ ഭാഗമായിട്ട്. പിന്നെ ചെറുകിട ബിസിനസ്സുകൾക്ക് 5 ലക്ഷം രൂപയുടെ പലിശരഹിത വായ്പ. ഇതാണ് ഇവർ ഹൈലൈറ്റ് ആയിട്ട് വെക്കുന്ന ഈ 5 കാര്യങ്ങൾ എന്ന് പറയുന്നത്. ഇവരുടെ മെയിൻ ഇതിനകത്തെ പ്രകടന പത്രികയിലെ പ്രധാന അട്രാക്ഷൻ എന്ന് പറയുന്നത് ഈ വാഗ്ദാനങ്ങളാണ്. പിന്നെയുള്ളത് ലഹരി റാക്കറ്റുകളെ പൊളിച്ചെടുക്കും എന്ന് പറയുന്നുണ്ട്. അതാണ് വേറൊരു വാഗ്ദാനം എന്ന് പറയുന്നത്. പിന്നെ കാലിയായ ഖജനാവ് സാധാരണക്കാരെ ബാധിക്കാതെ നിറയ്ക്കാനുള്ള പദ്ധതികളും കൂടെ ഉണ്ട് എന്ന് VD സൈസിനിടയ്ക്ക് പറഞ്ഞിരുന്നു. നമ്മൾ പിന്നെ ഈ ഇതിനകത്തുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് പരിശോധിക്കുമ്പോഴേ കാലിയായ ഖജനാവിന്റെ കാര്യം പ്രത്യേകം എടുത്തു പറയേണ്ടതാണെന്ന് തോന്നുന്നു. അല്ല, ഈ ലഹരി റാക്കറ്റുകളെ പൊളിച്ചെടുക്കുന്നു ഇപ്പോൾ വിന്നി പറഞ്ഞല്ലോ. അപ്പൊ എനിക്ക് തോന്നുന്നു UDF നേരത്തെ പറയുന്നുണ്ടായിരുന്നു മദ്യനിരോധനം. അത് കഴിഞ്ഞ പ്രകടന പത്രിക മൊട്ട ഇത് പറയുന്നുണ്ട്. അതിന്റെ ഭാഗമായിട്ട് തന്നെയാണിത്. ഇപ്പം ഒന്നാമത് ലഹരി കേസുകളൊക്കെ വല്ലാണ്ട് കൂടിയ ഒരു സാഹചര്യത്തിൽ, ഇഷ്ടംപോലെ റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന സാഹചര്യത്തിൽ ഇങ്ങനെ ഒരു കാര്യമായിട്ട് മുന്നോട്ട് വന്നതിൽ പ്രത്യേകിച്ചൊരു ഇതൊന്നും പറയാനില്ല എന്ന് തോന്നുന്നു. അതുപോലെ ക്യാൻസർ രോഗത്തിനുള്ള മരുന്നുകൾക്ക് നികുതി ഒഴിവാക്കാൻ നടപടി എടുത്തിട്ടുണ്ട്. പിന്നെ ഇതിനകത്ത് പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് രോഹിത് വെമുല നിയമം എന്ന് പറഞ്ഞിട്ടൊരു നിയമം നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അതായത് സർവകലാശാലകളിലെയും കോളേജുകളിലെയും സ്കൂളുകളിലെയും വിദ്യാർത്ഥികൾക്കെതിരായ ജാതീയ വിവേചനങ്ങളും പക്ഷപാതിത്വവും അവസാനിപ്പിക്കാനായിട്ട് ഒരു നിയമം കൊണ്ടുവരുന്നു എന്നാണ് പറയുന്നത്. അത് വളരെ പോസിറ്റീവായിട്ട് കാണേണ്ട ഒരു കാര്യമാണെന്ന് എനിക്ക് തോന്നുന്നത്. അതുപോലെ MSME സംരംഭങ്ങളുടെയും അതും ചെറുകിട വ്യവസായികൾക്ക് നല്ല പ്രാധാന്യം നൽകുന്ന രീതിയിലുള്ള ഇതുണ്ടാക്കും എന്നുള്ളത് പ്രകടന പത്രികയിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട്. പിന്നെയുള്ളത് ഈ നേരത്തെ പറഞ്ഞ പോലെ കേവല ദാരിദ്ര്യം ഇല്ലാതാക്കുമെന്ന് പറഞ്ഞല്ലോ. അതുപോലെ തന്നെ UDF അതിന് പകരമായിട്ട് പറയുന്ന നവ ആശ്രയ എന്ന് പറഞ്ഞിട്ടുള്ളൊരു പരിപാടിയാണ്. ഏറ്റവും ദാരിദ്ര്യം അനുഭവിക്കുന്നവരെ കണ്ടെത്തി സംരക്ഷിക്കാനുള്ള ഒരു പദ്ധതി എന്ന രീതിയിൽ നവ ആശ്രയ എന്ന് പറഞ്ഞിട്ടൊരു പുതിയ പദ്ധതിയാണ്. പിന്നെ ഇന്ദിരാ ക്യാൻറ്റീൻ പറയുന്നുണ്ട്. അതുപോലെ ബിൽ രഹിത ആശുപത്രികൾ എന്ന് പറയുന്നൊരു ഇതും കൂടെ കൊണ്ടുവരുന്നത് മാതൃക പിന്തുടർന്നിട്ടാണ് ഇതിപ്പം ഇവിടെ കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നത്. പിന്നെ ഇതിനകത്ത് പ്രധാനപ്പെട്ട ഒരു കാര്യം, നമ്മളെ പൂക്കോട് റാഗിങ്ങിന്റെ ഭാഗമായിട്ട് മരിച്ച സിദ്ധാർത്ഥിന്റെ പേരിൽ റാഗിങ് തടയാൻ വേണ്ടിയിട്ട് സിദ്ധാർത്ഥ് സ്റ്റുഡൻറ് ഡിസ്ട്രസ് ആപ്പ് തുടങ്ങുമെന്ന് UDF പറയുന്നുണ്ട്. അപ്പോൾ ഇതാണ് പ്രധാനപ്പെട്ട UDFന്റെ പ്രകടന പത്രികയിലെ പ്രധാനപ്പെട്ട പദ്ധതികൾ, അല്ലെങ്കിൽ അവർ വാഗ്ദാനം ചെയ്യുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത്. ഇതിനകത്ത് 1-2 കമൻറ്റ്സ് വന്നിട്ടുള്ള നമുക്ക് വായിക്കാം. ഒരു മൻസൂർ അലി പറയുന്നുണ്ട്, വോട്ട് ചോദിച്ചു വരുന്ന ഓരോ കോൺഗ്രസ്സുകാരനോടും ചോദിക്കുക, നിങ്ങൾ വയനാടിന് വേണ്ടി കൊടുത്ത കലണ്ടർ ആ പാവങ്ങൾ എവിടെ തൂക്കിയെന്ന്. അതുപോലെ അഫ്സൽ പറയുന്നത്, തെലങ്കാന കർണാടകത്തിൽ നടപ്പാക്കി, ഇനി കേരളത്തിലും നടപ്പിലാക്കും എന്ന് പറയുന്നുണ്ട്. അതുപോലെ നിതീഷ് പറയുന്നത്, LDF നെവർ ഡു എനിത്തിങ്, ഇൻസ്റ്റഡ് ദേ ഡു PR സ്റ്റണ്ട്. ഇതൊക്കെ LDFന്റെ PR സ്റ്റണ്ട് മാത്രമാണ് എന്നുള്ള രീതിയിലൊരു കമൻറ്റ് വന്നിട്ടുണ്ട്. അത് സൗജന്യ ഡയാലിസിസ് മാത്രം മതി, ഇതിനെ വിമർശിക്കുന്നവനും അവൻ്റെ കുടുംബത്തിലും ബന്ധുക്കളിലും ഇതേ അവസ്ഥയിലുള്ള രോഗി ഉണ്ടാകുമ്പോൾ അറിയാം അതിൻ്റെ വേദന എന്ന് റഹിമേഷ് പറയുന്നുണ്ട്. സൗജന്യ ഡയാലിസിസ് ഒരു നല്ല ഒരു അതെ അതായത് അത് UDFന്റെ പ്രകടന പത്രികയിലുണ്ട്. കുട്ടികൾക്ക് സൗജന്യ ഡയാലിസിസ് ഉറപ്പുവരുത്തുന്നത്. അതൊരു നല്ല തീരുമാനമാണെന്ന് തോന്നുന്നു. ഒരു നല്ല ആളുകൾ അതൊരു സഹായമാവുന്ന അല്ല, അതിനോടനുബന്ധിച്ചിട്ട് തന്നെയാണ് ആ കമന്റും ആ രീതിയിൽ തന്നെയാണ് വന്നിട്ടുള്ളത്. അത് അങ്ങനെ ഒരു സാഹചര്യം ഉള്ളവർക്ക് അത് ഭയങ്കര വാല്യുബിൾ ആയിട്ടുള്ള ഒരു ഇതാണെന്നാണ് പറയുന്നത്.
NDAയുടെ പ്രകടന പത്രികയും കൂടെ നമ്മൾ പരിശോധിക്കണമല്ലോ. അവർ ഇപ്പോൾ ഇവർ UDF LDFും ഒരേ സമയമാണ് പ്രകടന പത്രിക പുറത്തുവിട്ടത്. പക്ഷേ NDA കുറച്ച് ദിവസം മുന്നേ അത് പുറത്തുവിട്ടു. അതിനകത്തുള്ള പ്രധാനപ്പെട്ട പോയിന്റുകൾ, അവരുടെ മെയിൻ വാഗ്ദാനങ്ങൾ നമുക്ക് നോക്കാം. അവരുടെ ടാഗ് ലൈൻ തന്നെ വികസിത കേരളം. അതിൽ ഈ 3 മുന്നണി ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചിട്ടുണ്ട്. അത് NDAയും അത് അങ്ങനെ തന്നെയാണ്. പിന്നെ ആസ് യൂഷ്വൽ എയിംസ്, കുറച്ച് കാലമായിട്ട് അത് കാലങ്ങളായിട്ട് ഇപ്പം അവരുടെ മെയിൻ വാഗ്ദാനം തന്നെയാണ് എയിംസ്. പിന്നെ തിരുവനന്തപുരം കണ്ണൂർ അതിവേഗ റെയിൽവേ, അതിവേഗ റെയിൽവേയും അവർക്ക് വിട്ടൊരു കളിയില്ല അവർക്ക്. പിന്നെ പാവപ്പെട്ട കുടുംബങ്ങളിലെ വനിതകൾക്ക് പ്രതിമാസം 2500 രൂപ റീചാർജ് ഉള്ള ഭക്ഷ്യസുരക്ഷാ കാർഡ്. പിന്നെ കേന്ദ്ര പദ്ധതികൾ വഴി ക്ഷേമ പരിപാടികളും കേന്ദ്ര സഹായത്തോടെ ഇതിനെ പറ്റിയൊക്കെ നമുക്ക് വിശദമായിട്ട് തന്നെ പ്രധാനപ്പെട്ട പോയിന്റുകൾ മാത്രം പറയാം. പിന്നെ 2 വർഷം 2 പാചകവാതക സിലിണ്ടർ സൗജന്യം. മനുഷ്യ വന്യജീവി സംഘർഷം, അതിന് പിന്നെ മനുഷ്യർക്കും വിളകൾക്കും കന്നുകാലികൾക്ക് ഇൻഷുറൻസ്. തിരുവനന്തപുരം കോഴിക്കോട് മെട്രോ, ഓരോ വീട്ടിലും 24 ലിറ്റർ സൗജന്യ കുടിവെള്ളം. അതിൽ ക്ഷേമ പെൻഷൻ പറഞ്ഞിരുന്നു. ക്ഷേമ പെൻഷൻ ഉണ്ടല്ലോ. പിന്നെ അവരുടെ മെയിൻ വാഗ്ദാനം ഫോക്കസ് ശബരിമലയിൽ CBI അന്വേഷണമാണ്. വാഗ്ദാനങ്ങളിൽ ഒന്നാണെന്ന് തോന്നുന്നു പ്രധാന വാഗ്ദാനം. അത് UDFന്റെ എന്തോ UDFന്റെ അത് വിശ്വാസ സംരക്ഷണ നിയമം കൊണ്ടുവരുന്നുണ്ട്. കാരണം ഇവർ രണ്ടുപേരും, ഈ 2 മുന്നണികളും സർക്കാരിനെതിരെ ഉന്നയിക്കുന്ന പ്രധാന ആരോപണമാണ് ശബരിമല സ്വർണ്ണക്കൊള്ള. അപ്പം ഒരു കൂട്ടർ CBI അന്വേഷണം പ്രഖ്യാപിക്കുമ്പോൾ ഒരു പ്രകടന പത്രിക CBI അന്വേഷണം ഒക്കെ വരുന്നത് അല്ല, ഒന്ന് സ്വർണ്ണക്കൊള്ള, ഒന്ന് സ്ത്രീ പ്രവേശനം, അങ്ങനെ അതാണ് ആചാര സംരക്ഷണം എന്നൊക്കെ പറയുമ്പോൾ ഫോക്കസ് പോകുന്നത് അവിടേക്കും കൂടെയാണ് എന്നുള്ളൊരു പോയിന്റ്. കമന്റുകൾ കൂടെ നോക്കാം. സർക്കാർ ജീവനക്കാരെ അവഗണിച്ചു, NPS പിൻവലിക്കുന്നു എന്ന് പറഞ്ഞവർക്ക് മറുപടിയില്ല. ഇപ്പോൾ പ്രകടന പത്രികയിലും യാതൊന്നുമില്ല. ശ്രീയ പറയുന്നത് പ്രകടന പത്രിക മുന്നിൽ UDF ആണ്, പക്ഷേ അത് വെറും ഒരു പത്രികയായി 5 വർഷം അങ്ങനെയിരിക്കും, നടപ്പാക്കില്ല എന്നാണ്. UDF പ്രകടന പത്രിക കൊള്ളാം, 10 വർഷം കൊണ്ട് LDF നടപ്പാക്കിയത് ബാറും ബീവറേജ് ഔട്ട്ലെറ്റും മാത്രം. പിന്നെ ഇലക്ഷൻ അടുത്തപ്പോൾ 2000 രൂപ ക്ഷേമ പെൻഷനും വോട്ട് കിട്ടാൻ വേണ്ടി നടപ്പാക്കിയെന്ന് ഖാദർ പറയുന്നു. ഈ ശ്രീയ പറഞ്ഞതേ പ്രകടന പത്രികയ്ക്ക് മുന്നിൽ UDF ആണെന്നുള്ളത്, പക്ഷെ 5 വർഷം അങ്ങനെയായിരിക്കും, നടപ്പാക്കില്ല. പക്ഷെ എനിക്ക് തോന്നുന്നില്ല അവർ UDF സർക്കാരാണ് ഇനി വരുന്നതെങ്കിൽ ഈ പ്രകടന പത്രികയിൽ സർക്കാരിനെതിരെ ഉന്നയിച്ച പ്രധാന വിമർശനങ്ങൾ തന്നെയാണ് UDFന്റെ പ്രകടന പത്രികയിലുള്ള, അതായത് തൊഴിലില്ലായ്മ, പിന്നെ സാമൂഹ്യ സുരക്ഷ, പിന്നെ ഇത് സാമ്പത്തിക ഉന്നമനം, ഈ കാര്യങ്ങളൊക്കെ തന്നെയാണ്. പിന്നെ ശബരിമല. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ തന്നെയാണ് അവരുടെ പ്രകടന പത്രികയിൽ പ്രധാനമായിട്ടും പറയുന്നത്. നടപ്പിലാക്കാതിരിക്കാനുള്ള സാധ്യതയൊന്നുമില്ല. ഇല്ല, അതിൽ അവർക്ക് നടപ്പിലാക്കാതിരിക്കാനുള്ള ഒരു ഓപ്ഷൻ ഇല്ല. അഭിമാന പ്രശ്നമാണ്. അവരെന്ത് ഇതായാലും ഇതെങ്ങനെയായാലും വില കൊടുത്തും നടപ്പാക്കും. ഓക്കെ, ഇനി ഇതിൽ 2 കമന്റ് കൂടി പറഞ്ഞിട്ട് ഡീറ്റെയിൽസിലേക്ക് പോകാൻ തോന്നുന്നു. നൗഷാദ് DC പറയുന്നത് പ്രകടന പത്രികയുടെ പ്രാധാന്യവും അത് വെറും വാഗ്ദാനങ്ങൾ മാത്രമല്ലെന്നും കേരളത്തിന് ബോധ്യപ്പെടുത്തി കൊടുത്തത് LDF ആണ്. UDFന്റെ പ്രകടന പത്രികയിലെ 3000 രൂപ പെൻഷൻ വാഗ്ദാനം പോലും LDFന്റെ സംഭാവനയാണെന്ന് പറയുന്നു. നേരത്തെ പറഞ്ഞതിനോട് ചേർത്ത് വെച്ച് പറയാൻ പറ്റും. അനിൽകുമാർ പറയുന്നു എല്ലാവർക്കും ലാപ്ടോപ്പ്, 25 ലക്ഷം തൊഴിൽ, സമ്പൂർണ്ണ പാർപ്പിട പദ്ധതി, 2500 രൂപ പെൻഷൻ, ഇതൊക്കെ നടപ്പാക്കിയോ? ഉളുപ്പില്ലാതെ അഭിപ്രായം പറയുന്ന അന്തം കമ്മികൾ മറുപടി പറയുക എന്നാണ് അനിൽകുമാറിൻ്റെ കമൻറ്റ്. ഓക്കെ, ഇത് പറയുന്ന സമയത്തേ എനിക്കൊന്ന് നേരത്തെ പറഞ്ഞതിൻ്റെ തുടർച്ചയാണല്ലോ. അതായത് LDF സർക്കാർ അല്ലെങ്കിൽ LDF മുന്നോട്ട് വെക്കുന്ന അവരുടെ പ്രകടന പത്രിക 10 വർഷത്തെ അവർ ചെയ്ത കാര്യങ്ങളുടെ അല്ലെങ്കിൽ കഴിഞ്ഞ സർക്കാർ ചെയ്തതിൻ്റെയും കൂടെ ബാക്കിയുള്ള തുടർച്ച എന്നുള്ള രീതിയിലാണ്. അപ്പം നമ്മളിതിൽ ചില സാധനങ്ങൾ, അതായത് ഒന്ന് അതിദാരിദ്ര്യമുക്ത കേരളമായിരുന്നു അവർ മുന്നോട്ട് വെച്ച ഒരു പ്രധാനപ്പെട്ട സംഗതി. അപ്പം അതെടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ കേരളം സമ്പൂർണ്ണമായും അതിദാരിദ്ര്യമുക്തമായോ എന്നുള്ളതിലുള്ള വിമർശനങ്ങൾ അവിടെ നിൽക്കുന്നുണ്ട്. പക്ഷേ സ്വാഭാവികമായും അതിൻ്റെ ഒരു 2ാം ഘട്ടം അല്ലെങ്കിൽ അതിൻ്റെ ഒരു നെക്സ്റ്റ് സ്റ്റെപ്പ് എന്നുള്ള രീതിയിലാണ് അവർ കേവല ദാരിദ്ര്യം തുടച്ചു നീക്കുക എന്നുള്ളൊരു സാധനത്തിലേക്ക് വരുന്നത്. അപ്പം UDFും സമാനമായി തന്നെ ഈ പറയുന്ന രീതിയിൽ ഒരു പുതിയ പേരിട്ടിട്ട്
നവാശ്രയ. അതെ, അങ്ങനെ എന്നുള്ള രീതിയിലാണ് ഈ സാധനം പോകുന്നത്. പക്ഷേ നമ്മൾ ഇപ്പം LDFന്റെ പ്രകടന പത്രികയിൽ നോക്കുകയാണെങ്കിൽ അവർ ആശാ വർക്കർമാർ അതിൽ പരിഗണിച്ചിട്ടേ ഇല്ല എന്നുള്ളത്. പക്ഷേ UDFന്റെ പ്രകടന പത്രികയിൽ ആശാ വർക്കർമാർ ഉണ്ടതാനും. അതായത് ഇത്രയേറെ പ്രശ്നങ്ങൾ നടന്നിട്ടാന്ന് ആലോചിക്കണം. 700 രൂപ ഉണ്ടായിട്ടും അല്ല, LDF അത് പറയുന്നത് സ്വാഭാവികമായിട്ടും അവരതിനെ കണക്കിലെടുക്കാൻ സാധ്യതയില്ല എന്നുള്ളൊരു സൂചന ആ സമരത്തിനോട് കാണിച്ചിരുന്ന ഒരു വിമുഖത ഉണ്ടായിരുന്നു എന്നുള്ളൊരു സംഗതി ഉണ്ട്. അപ്പം അതുകൊണ്ട് കൂടിയായിരിക്കും പ്രകടന പത്രികയിൽ അതങ്ങനെ പ്രകടമായി എന്നല്ല, ഒട്ടും വന്നിട്ടേ ഇല്ല എന്നുള്ളൊരു സംഗതി അതാണ്. പിന്നെ എനിക്ക് തോന്നുന്നു ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്താണല്ലോ നമ്മൾ ഈ തിരുവനന്തപുരത്തും കോഴിക്കോടും മെട്രോ എന്നൊക്കെയുള്ള ഇതിൻ്റെ ഒരു തുടക്കം എന്ന് പറയുന്നത്. പക്ഷെ ഇത് കാലങ്ങളായിട്ട് ഇപ്പോൾ കഴിഞ്ഞ 10 വർഷം ആണെങ്കിൽ പോലും ഇതിങ്ങനെ വരും അല്ലെങ്കിൽ ഇതിൻ്റെ വരും എന്ന് പറയുന്നുണ്ട്. പക്ഷെ അതിൻ്റെ പ്രായോഗികതയാണോ അല്ലെങ്കിൽ എന്താണ് ഇതിലെ പ്രശ്നം എന്നറിയില്ല. ഇത്രയും കാലമായിട്ടും വന്നിട്ടില്ല. ഇപ്പം ഈ പ്രകടന പത്രികയിലും അത് ചർച്ചയാണ് എന്നുള്ളതാണ് അതിൽ ഒരു കാര്യം. പിന്നെ സ്വാഭാവികമായും ക്ഷേമ പെൻഷൻ 3000 രൂപയായിട്ടാണ് എനിക്ക് തോന്നുന്നു എല്ലാ 3 മുന്നണികളും 3000 രൂപ എന്നുള്ളതാണ് മുന്നോട്ട് വെക്കുന്നത്. LDF സർക്കാർ അത് 3000 രൂപയാക്കി അവർക്ക് വേണമെങ്കിൽ അതിൽ കൂട്ടാമായിരുന്നു. കാരണം എന്താ വെച്ചാൽ 2500 രൂപയായിരുന്നു കഴിഞ്ഞ സർക്കാരിന്റെ പ്രകടന പത്രികയിൽ അല്ലെങ്കിൽ LDFന്റെ പ്രകടന പത്രികയിൽ പറഞ്ഞിട്ടുണ്ട്. അതിൽ 2000 രൂപ വരെ ആക്കി ഉയർത്തി. അതും തദ്ദേശ തെരഞ്ഞെടുപ്പിന് 1 മാസം മുൻപെയാണ് 2000 രൂപയാക്കി ഉയർത്തുന്നത്. അപ്പം 2500 രൂപയാക്കി അത് ഇലക്ഷൻ നമുക്ക് ഒരു കമന്റും അതുപോലെ വന്നിട്ടുണ്ടല്ലോ. ഇലക്ഷൻ വോട്ട് കിട്ടാൻ വേണ്ടിയിട്ട് 100 രൂപ നമ്മളിപ്പോ വായിച്ചു. ഞാൻ കണ്ടതാ. അല്ല, എനിക്ക് തോന്നുന്നു ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ 2000 രൂപയാക്കി എന്നുള്ളതൊരു നേട്ടമൊക്കെ തന്നെ അതുവരെങ്കിലും എത്തിച്ചു എന്നുള്ളത്. പക്ഷേ അങ്ങനെയുള്ളൊരു സർക്കാരിന് സ്വാഭാവികമായും അതിലും കൂട്ടാമായിരുന്നു എന്നുള്ളൊരു കാര്യമുണ്ട്. എനിക്ക് വേറെ 1-2 കമന്റ്, ഒരു കമന്റ് കൂടെ നോക്കാം. ഹൈം പറയുന്നുണ്ട്, വലിയ കമന്റ്. അതെ, വലിയ കമന്റ്. അതെ, UDFന്റെ പ്രകടന പത്രിക അല്ലല്ലോ, പ്രഹസന പത്രികയല്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. വയനാട്ടിൽ ഇത്രയും പൈസ, വയനാട് വിഷയം ഇതിനകത്ത് സംസാരിക്കുന്നുണ്ട്. അതുപോലെ UDFന്റെ ഇരുണ്ട കാലത്ത് ഗതാഗത മന്ത്രിയായിരുന്ന ആര്യാടൻ സാർ പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ, ഒരു തരത്തിലും മുന്നോട്ട് പോകുവാൻ കഴിയില്ല, KSRTC താനേ നിൽക്കും. ആ നിലയിലുണ്ടായിരുന്ന KSRTC ഈ കഴിഞ്ഞ 10 കൊല്ലം കൊണ്ട് പ്രവർത്തന ലാഭത്തിലെത്തിച്ചു. ഇനിയും മെച്ചപ്പെടുത്താൻ നോക്കാതെ ഇന്ദിരാ ഗ്യാരണ്ടി എന്ന പേരിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര പ്രഖ്യാപിച്ചു എന്ന് പറയുന്നുണ്ട്. ഇതിനുള്ള ഫണ്ടൊക്കെ എവിടുന്ന് എടുക്കും എന്നാണ് ചോദിക്കുന്നത്. സ്ത്രീകൾക്ക് സൗജന്യ യാത്രയാണോ ഏർപ്പെടുത്തേണ്ടത്, അതോ സ്വയം പര്യാപ്തതയോ? 25 ലക്ഷം രൂപയുടെ ആരോഗ്യ ഇൻഷുറൻസ് വെറും തട്ടിക്കൂട്ടാണെന്ന് ഇതിനോടകം തന്നെ തെളിഞ്ഞു. ഇതിനുള്ള ബഡ്ജറ്റ് ആകാശത്തു നിന്ന് പൊട്ടി വീഴുമെന്നാവും വിചാരിച്ചു വെച്ചിരിക്കുന്നേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പം കിഫ്ബിനെ തുടക്കം തൊട്ടേ എതിർക്കുന്നവര് ഇതിനുള്ള ഫണ്ട് എങ്ങനെ സമാഹരിക്കും? പക്ഷേ UDFന്റെ പ്രകടന പത്രികയിൽ കിഫ്ബി ഇല്ല. അവർ കിഫ്ബിന്ന് ഫണ്ട് ശേഖരിക്കും എന്നല്ല പറഞ്ഞിട്ടുള്ളത്. അവരുടെ പ്രകടന പത്രികയിൽ അങ്ങനെ പറയുന്നില്ല. കിഫ്ബി വഴിയുള്ള ഫണ്ട് ശേഖരണം അവരുടെ പ്രകടന പത്രികയിലില്ല. അവര് നികുതി വഴി എന്നൊക്കെയാണ് പറയുന്നത്. ഇതിപ്പം ഈ പറഞ്ഞ പോലെ, ഈ മുന്നേ പറഞ്ഞ പോലെ ഇതിനകത്ത് മെയിൻ ഇഷ്യൂ ആയിട്ട് വന്നത് ഈ ആരോഗ്യ ഇൻഷുറൻസാണ്. ഇപ്പോൾ ഈ ഇന്ദിരാഗാന്ധിയുടെ 5 പദ്ധതികൾ പറഞ്ഞല്ലോ. ഈ പറഞ്ഞ സമയത്ത് തന്നെ അവിടെ ഭയങ്കര ചർച്ചയായ ഒരു സാധനം ഈ 25 ലക്ഷം രൂപ ഒരു കുടുംബത്തിന് ആരോഗ്യ ഇൻഷുറൻസ് നൽകും എന്നുള്ളത് എങ്ങനെ പ്രാവർത്തികമാക്കും എന്നുള്ളതാണ്. അപ്പം നിലവിലെ സാഹചര്യത്തിൽ ഇപ്പം നമ്മുടെ മനസ്സിൽ തന്നെ നമുക്ക് അങ്ങനെ ഒരു ചോദ്യം ഇല്ല, ഇതെങ്ങനെയാണ് നടത്താൻ പോകുന്നത്? ഇത്രയേറെ കുടുംബങ്ങളുണ്ട്. ഈ കേരളം ഓൾറെഡി സാമ്പത്തിക പ്രതിപക്ഷ നേതാവ് തന്നെ പറഞ്ഞു അതപ്പം ഇതെന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇത്രയേറെ സാമ്പത്തിക പ്രതിസന്ധിയിലാണ് നിൽക്കുന്നത്. അതിനിടെ ഇത്രയും കുടുംബങ്ങൾക്ക് ഈ ആരോഗ്യ ഇൻഷുറൻസ് നൽകണം. ഈ ആരോഗ്യ ഇൻഷുറൻസ് 25 ലക്ഷം രൂപയുടെ ആരോഗ്യ ഇൻഷുറൻസ് എന്ന് പറയുമ്പോൾ ഒരു വർഷം എത്ര രൂപ പ്രീമിയം അടയ്ക്കേണ്ടി വരും? ഈ പ്രീമിയം ഇവരെവിടുന്നെടുത്ത് അടയ്ക്കും? ഈ പ്രീമിയം അടയ്ക്കാനുള്ള തുക എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വർഷത്തെ ആരോഗ്യ ബജറ്റ് വെച്ച് നോക്കുകയാണെങ്കിൽ അതിൻ്റെയും ഇരട്ടിയിലേറെ വരും എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പം അത്രയും വലിയൊരു സാമ്പത്തിക ബാധ്യത എടുത്തു വെക്കാനുള്ള കഴിവുണ്ടാവുമോ? LDF അങ്ങനെയാ പറയുന്നത്. അതായത് സ്വകാര്യ ഇൻഷുറൻസ് കമ്പനികളെ അത് ലക്ഷ്യമിട്ടാണ്, അങ്ങനെ അവർക്ക് ഒത്താശ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് UDF ഇങ്ങനെ ഒരു കാര്യം ഉൾപ്പെടുത്തിയിരിക്കുന്നതെന്ന് പറഞ്ഞിട്ട്. ഇപ്പം നേരത്തെ പറഞ്ഞില്ലേ, ഇപ്പം പൂച്ച പെറ്റ് കിടക്കുകയാണ് ഖജനാവിൽ നിന്ന്. ഈ പൂച്ച പെറ്റ് കിടക്കുന്ന ഖജനാവിൽ നിന്ന് എങ്ങനെയാണ് ഇത്രയും പൈസ ഇതിനായിട്ട് എടുത്ത് മാറ്റി വെക്കുന്നത്? അല്ല, ഇതിന്റെ കൂടെ മറ്റേ അത് KSRTCന്റെ വേറെ, അത് KSRTCയുടെ സൗജന്യ യാത്ര എന്ന് പറയുന്നത് അത് പറഞ്ഞ പോലെ സ്ത്രീകൾക്ക് മാത്രമായിട്ട് സൗജന്യ യാത്ര നൽകുന്നുണ്ട്. അപ്പം ഈ പറയുന്നത് ഈ കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് KSRTC നഷ്ടത്തിലാണ്. ഈവൻ ഇപ്പം LDF സർക്കാർ അധികാരത്തിലേറിയ സമയത്ത് പോലും, ഇപ്പം ആന്റണി രാജു ഒക്കെ ഗതാഗത മന്ത്രിയായിരുന്ന സമയത്ത് പോലും നിരന്തര സമരങ്ങളാണ്. എല്ലാ ദിവസവും ജീവനക്കാർ സമരമാണ്. പല സർവീസുകളും അധികാരത്തിൽ അതൊന്നും ട്രാക്കിലായി വരുന്നതേ ഉള്ളൂ. നമുക്കിപ്പോ
KSRTC-യിൽ എറണാകുളത്ത് നിന്ന് കോഴിക്കോട് വരെ പോകാൻ സൗജന്യമായിട്ട് ബുദ്ധിമുട്ടൊന്നുമില്ല, സന്തോഷം. പക്ഷേ നമ്മൾ അതില് സൗജന്യമായിട്ട് യാത്ര ചെയ്യുമ്പോൾ നമ്മൾ വേറെ എവിടെയെങ്കിലുമൊക്കെ അത് കൊടുക്കേണ്ടി വരാനുള്ള സാധ്യത കാണുന്നുണ്ടെന്നല്ലേ? അതെ. അപ്പോൾ ഈ KSRTC-യുടെ കാര്യത്തിൽ പക്ഷേ ഇവർ UDF പറയുന്ന കാര്യം അതല്ല. അവർ പറയുന്നത് ഇപ്പോൾ തെലങ്കാനയിൽ നടപ്പാക്കിയില്ലേ, കർണാടകത്തിൽ നടപ്പാക്കിയില്ലേ, അപ്പോൾ പിന്നെ ഇവിടെ പക്ഷേ അവിടെ സാമ്പത്തിക സ്ഥിതിയാണ് കർണാടകയുടെ സാമ്പത്തിക സ്ഥിതി അല്ല കേരളത്തിൽ നിന്നുള്ള കാര്യം. അപ്പം അത് മാത്രമല്ല പറയുന്നുണ്ട്, ഇത് സൗജന്യമായിട്ടല്ല ഈ സ്ത്രീകളുടെ പിന്നെ തുക സ്ത്രീകളുടെ ഇതിനകത്ത് വരുന്ന ആ വിഹിതം സർക്കാരിൻ്റെ അടുത്ത് നിന്ന് കൊടുക്കുന്നതെന്ന്. സർക്കാരിനാണെങ്കിൽ ഇത് എടുത്ത് കൊടുക്കാൻ എന്തെങ്കിലും വേണ്ടേ? ഈ പൂച്ച പറ്റി കിടക്കുന്ന ഖജനാവിൽ നിന്ന് എങ്ങനെ ഇതെല്ലാം എടുത്തു കൊടുക്കും? അത് UDF സർക്കാർ UDF മുന്നോട്ട് വെക്കുന്ന പ്രകടന പത്രികയിൽ അവർ ഊന്നി നിൽക്കുന്നത് സാമ്പത്തിക മുന്നേറ്റത്തിനുള്ള ഉത്തേജനമാണ്. എങ്ങനെ ഈ ഫണ്ട് സമാഹരിക്കും, അല്ലെങ്കിൽ ഈ ഉത്തേജനം അതിനൊരു അവസരം കൊടുക്കണ്ടേ അവർക്ക്? നികുതിയാണെങ്കിൽ നികുതി ഭാരം ആളുകളിലേക്ക് വരുമോ എന്നുള്ളത് ഒരു പ്രശ്നമാണ്. സർക്കാർ വരണ്ടേ? സർക്കാർ വന്ന് സ്വാഭാവികമായിട്ടും മനസ്സിലാവുമല്ലോ ഇതെങ്ങനെയാണ് ഇവർ നടപ്പാക്കാൻ പോകുന്നത്. അതിനുള്ള നമ്മൾ അവർക്കൊരു അവസരം കൊടുക്കണം എന്നാണ്. അല്ല, എനിക്കങ്ങനെ അഭിപ്രായമൊന്നുമില്ല, ഇന്ന പാർട്ടിക്ക് അവസരം കൊടുക്കണം എന്നും അഭിപ്രായമില്ല. പക്ഷെ ഞാൻ പറഞ്ഞതാണ്, ഇപ്പൊ 10 വർഷം LDF സർക്കാർ ഇന്ന കാര്യങ്ങൾ ചെയ്തു, ഇന്ന കാര്യങ്ങൾ നടപ്പാക്കി, അവരതങ്ങനെ പറയുന്നു. അതേപോലെ നമ്മൾ ഈ LDF സർക്കാർ ഇത്രയും കാര്യങ്ങൾ വാഗ്ദാനങ്ങളും പദ്ധതികളൊക്കെ പറയും, അപ്പോഴും ഖജനാവ് ഇങ്ങനെ തന്നെയാണല്ലോ. അതെ അതെ അതാണ്. അതെ, അത് പക്ഷെ അവർ സമ്മതിക്കുന്നില്ല, ഖജനാവ് അങ്ങനെയാണ്. അതല്ല, സമ്മതിക്കുന്നില്ല. എനിക്ക് NDAയുടെ പ്രകടന പത്രികയിലുള്ള കാര്യങ്ങൾ അതും കൂടെ ഒന്ന് നമ്മളത് പറഞ്ഞിട്ട് വിശദമായിട്ട് പറഞ്ഞിട്ട് പോകണല്ലോ. അപ്പൊ ഈ എയിംസ് വന്നു പകുതി വഴിയിൽ പല ജില്ലകളിൽ എത്തിയതാണ് നമ്മള് 14 ജില്ലയിലും വരുമെന്ന് പറയപ്പെടുന്നത്. ഈ ജയിച്ചാൽ എയിംസ് കൊണ്ടുവരുമെന്നാണ് NDAയുടെ പ്രകടന പത്രികയിലുള്ള മെയിൻ വാഗ്ദാനം. അത് കഴിഞ്ഞ ഇത് നമ്മൾ മുമ്പും കേട്ടു. അതെ, ലോക്സഭയില് അത് മുമ്പ് തൊട്ട് തുടങ്ങിയതാണെങ്കിലും ലോക്സഭയിലാണ് നമ്മൾ കൂടുതൽ ഇത് കേട്ടത്. പക്ഷെ തൃശ്ശൂരിലെ ആ സ്ഥാനാർത്ഥി ലോക്സഭയിലെത്തി, പക്ഷെ എയിംസ് കേരളത്തിലോട്ട് വന്നിട്ടില്ല. അത് പക്ഷേ ഈ ബഡ്ജറ്റിലും പ്രതീക്ഷിച്ചെങ്കിലും ബഡ്ജറ്റിലും ഉണ്ടായില്ല. പക്ഷേ LDF സർക്കാരിന്റെ പ്രകടന പത്രികയിൽ എയിംസ് വന്നാലും ഇല്ലെങ്കിലും അതേ സൗകര്യങ്ങളോട് കൂടിയ ആശുപത്രി തുടങ്ങും എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത്. LDF സർക്കാരിന്റെ വാഗ്ദാനമുണ്ട്. പിന്നെ അതുപോലെ LPG സൗജന്യ LPG ഇപ്പോഴത്തെ പ്രത്യേക സാഹചര്യം കൂടി കണക്കിലെടുത്തായിരിക്കും തോന്നുന്നല്ലേ ഈ സൗജന്യ LPG. അത് അങ്ങനെ ആയിരിക്കാം, പക്ഷെ അതൊരു മോഹന വാഗ്ദാനം ആണല്ലേ? അതെ അതെ, 2 സിലിണ്ടറൊക്കെ വെറുതെ സൗജന്യമായിട്ട് കിട്ടില്ല. ഇവിടെ LPGക്ക് സബ്സിഡി ഇല്ല, വില കൂടുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഇനി ഇവർ ഇതിന്റെ സൗജന്യമായിട്ട് 2 സിലിണ്ടർ കൊടുക്കും എന്നുള്ളത് കണ്ടറിയേണ്ട കാര്യമാണ്. വാഗ്ദാനങ്ങളാണ്. അത് മറ്റേ നേരത്തെ ഒരു പദ്ധതി ഉണ്ടായിട്ടില്ലേ? അതെ, ആ പദ്ധതി ഉണ്ടായിരുന്നു, പ്രധാനമന്ത്രി ഉജ്ജ്വൽ യോജന. ആ പദ്ധതിയുടെ അവസ്ഥ എന്താണ് എന്നുള്ളത് അന്വേഷിച്ചു പോയാൽ അതാകെ തകർന്ന് കുളമായിട്ട് കിടക്കുകയാണെന്നാണ് പറയപ്പെടുന്നത്. അത് സംബന്ധിച്ച് എന്തോ കണക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു നേരത്തെ, ഡീറ്റെയിൽ ആയിട്ട് ഇട്ടിട്ടുണ്ട്. അത് നമ്മൾ ഇനിയിപ്പോൾ പറയുമ്പോൾ അദ്ദേഹം പറഞ്ഞു എന്ന് പറയും, കമന്റുകൾ വരും. പക്ഷെ സത്യമാണ്, അത് അദ്ദേഹം ഫാക്ടുകളാണ് ഇട്ടത്. അതിനകത്ത് അദ്ദേഹം പറയുന്നത് എന്തെന്നാണ്, പദ്ധതിക്ക് പുറത്തുള്ള ഉപഭോക്താക്കളെക്കാൾ വളരെ കുറച്ച് ആളുകൾ മാത്രമേ ഇത് ഉപയോഗിക്കുന്നുള്ളൂ. പിന്നെ പാചകവാതക സബ്സിഡിയിൽ വൻ കുറവ് വരുത്തിയതൊക്കെയാണ് ഇതിന് പ്രധാനമായിട്ട് കാരണം. ആ പദ്ധതി ഉജ്ജ്വൽ പദ്ധതി തന്നെ ആകെപ്പാടെ താറുമാറായിട്ട് കിടക്കുമ്പോൾ ഈ പുതിയ LPG എല്ലാം ഫ്രീ ആയിട്ട് ഇങ്ങനെ കൊടുക്കല് നടക്കുമെന്ന്. അതിന് രസമുള്ള മറ്റേ കാര്യം കൂടെ ഉണ്ടല്ലോ, അതിവേഗ റെയിൽവേ. അതിവേഗ റെയിൽവേ തിരുവനന്തപുരം കോഴിക്കോട് അല്ലേ? തിരുവനന്തപുരം കോഴിക്കോട് അതിവേഗ റെയിൽവേ. അല്ല, അത് അവിടെ തിരുവനന്തപുരം കോഴിക്കോട് മെട്രോ. അതിവേഗ റെയിൽവേ ഇവിടെ തൊട്ട് കാസർഗോഡ് വരെ റെയിൽവേ വരുന്ന കാര്യം പറഞ്ഞല്ലോ. അപ്പം അതീ പറഞ്ഞ പോലെ പിന്നെ കാലങ്ങളായിട്ട് വരുന്നുണ്ട് ഈ ശ്രീധരൻ അതിനു വേണ്ടി. പിന്നെ NDAയുടെ പ്രകടന പത്രിക വായിച്ചാൽ നമുക്ക് മനസ്സിലാവുന്ന കാര്യം, LDF സർക്കാർ ഈ 10 വർഷമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ കേന്ദ്രത്തിന്റെ അവഗണനയാണ്. ബജറ്റിൽ അവഗണന അല്ല, നമ്മൾ മൊത്തത്തിലുള്ള ഈ അവഗണന. NDAയുടെ പ്രകടന പത്രികയിൽ കേന്ദ്ര സർക്കാരിന്റെ പദ്ധതികൾ നടപ്പിലാക്കും എന്നാണ് പറയുന്നത്. അപ്പം
അവരധികാരത്തിൽ വന്നാൽ കേന്ദ്ര സഹായം കൊണ്ടുവരും, ഇതെല്ലാം നടപ്പിലാക്കുമെന്ന് പറയുമ്പോൾ NDA അധികാരത്തിൽ വന്നാൽ കേന്ദ്ര സഹായം കിട്ടും എന്നാണ് അതിന്റെ ഒരു ധ്വനി. അതാണ് ഇപ്പൊ കിട്ടുന്നില്ല. അപ്പൊ ഒരു സമ്മതിച്ചു, ഇപ്പൊ കിട്ടുന്നില്ല എന്നുള്ളതാണല്ലോ അതിന്റെ. അതെ. അപ്പൊ കൂടുതല് അല്ല, ഇനി കേരളത്തിന് കൂടുതൽ കേന്ദ്ര സഹായം ഒക്കെ കൊണ്ടുവരണമെങ്കിൽ NDA വരികയാണെങ്കിൽ നന്നായിരിക്കും എന്നുള്ളതാണെന്ന് തോന്നുന്നു. അതെ. കമന്റുകൾ വായിക്കാം. നീതു കൃഷ്ണ പറയുന്ന LDF പ്രാവർത്തികമാക്കാൻ സാധ്യതയുള്ളതായി തോന്നുന്നത് LDF പ്രകടന പത്രികയിലെ കാര്യങ്ങളാണ് മറ്റുള്ളവരിൽ ഓഫർ പെരുമഴ. LDF പ്രാവർത്തികമാക്കാൻ സാധ്യതയുള്ളതായി തോന്നുന്നത് എന്താണെന്ന് മനസ്സിലായി. അതായത് പ്രാവർത്തികമാക്കാൻ സാധ്യതയുള്ളതായിട്ട് തോന്നുന്നത് LDF ആണ്. ഓക്കെ. പ്രകടന പത്രികയിലെ കാര്യങ്ങളാണ് മറ്റുള്ളവരിൽ ഓഫർ പെരുമഴ. ഓഫർ കാലം കഴിഞ്ഞാൽ ജപ. കോൺഗ്രസിന്റെ വയനാട് ഫണ്ട് പോലെ. വയനാട് ഫണ്ട് എല്ലായിടത്തും ചർച്ചയാവുന്നുണ്ട്. എല്ലാ വിഷയത്തിനകത്തും വയനാട് ഫണ്ട് ചർച്ചയാണ്. വത്സൻ പറയുന്നത് പറഞ്ഞു പറ്റിക്കുന്ന പാർട്ടി കേരളത്തിൽ ഒന്നേ ഉള്ളൂ, അത് കേരള ജനതയ്ക്ക് നന്നായി അറിയാം. എന്തിനധികം വയനാട് ദുരിത ഫണ്ടിന്റെ കാര്യം മാത്രം ചിന്തിച്ചാൽ പോരെയെന്ന് വത്സൻ ചോദിക്കുന്നത്. വീണ്ടും വയനാടിന്റെ കാര്യം തന്നെയാണ് പറയുന്നത്. അല്ല, നമ്മൾ പ്രകടന പത്രികയിലേക്ക് തിരിച്ചു വന്നാലേ അതിൽ വേറൊരു കാര്യം പറയുമ്പോൾ ഇതിൽ ഏറ്റവും കൂടുതൽ ഡിസ്കസ് ചെയ്യപ്പെടുന്നത് ഈ സൗജന്യ വാഗ്ദാനങ്ങളാണോ. കുറേ സൗജന്യ വാഗ്ദാനങ്ങൾ. കവിത, ഒരു മിനിറ്റ്, നമ്മൾ ഒരു ലൈവ് വന്നിട്ടുണ്ട്, അതുകൂടെ ഒന്ന് വായിച്ചിട്ട് പോവാം. അപ്പു ചോദിക്കുന്നത് കിഫ്ബി ഒഴിവാക്കി നികുതി വഴി പണം എങ്ങനെ കണ്ടെത്തുമെന്ന് കൂടി വിശദീകരിക്കൂ എന്ന്. അത് വിശദീകരിക്കേണ്ടി വരും. അതാ നമ്മളുടെയും ആശങ്ക. ചോദിച്ചുകൊണ്ടിരിക്കുന്നത് അങ്ങനെയാണ്, അത് എങ്ങനെയാണ് എന്നുള്ളത്. ഓക്കെ, എനിക്കൊന്ന് പറയാൻ തോന്നുന്നല്ലേ. അല്ല, ഇപ്പം അത് 3 മുന്നണികളും LDF ആവട്ടെ, UDF ആവട്ടെ, NDA ആവട്ടെ, 3 മുന്നണികളും പ്രധാനമായിട്ട് മുന്നോട്ട് വെക്കുന്നത് ഈ പറയുന്ന സൗജന്യ, ഇപ്പം നമ്മൾ എടുത്തു പറയുകയാണെങ്കിൽ വിദ്യാർത്ഥികൾക്ക് 1000 രൂപ, സ്ത്രീകൾക്ക് 2000 രൂപ, KSRTC ബസ്സിൽ സൗജന്യ യാത്ര, സൗജന്യ പാചകവാതകം, അങ്ങനെ സൗജന്യം. അതായത് ഇത് കേരളത്തിൻ്റെ ഒരു രീതിയല്ല. നോർമലി പ്രകടന പത്രികകളിൽ കേരളത്തിൻ്റെ ഒരു പതിവ് രീതിയല്ല സൗജന്യമായി എല്ലാം കൊടുക്കുക. ഇങ്ങനെയുള്ള വാഗ്ദാനം നമ്മൾ ഏറ്റവും കൂടുതൽ കണ്ടിട്ടുള്ളത് തമിഴ്നാട്ടിൽ, കർണാടകയിൽ, മറ്റ് നോർത്തേൺ സ്റ്റേറ്റുകളിലൊക്കെയാണ് ഇത് ഏറ്റവും കൂടുതൽ കണ്ടിട്ടുള്ളത്. ഇപ്പോൾ തമിഴ്നാട്ടിലേക്ക് പോയി കഴിഞ്ഞാൽ ജയലളിത ആയിരുന്ന സമയത്ത് ലാപ്ടോപ്പ്, സൈക്കിൾ, ഇല്ലേ, TV, ഇതിലൊക്കെ ഇവരുടെ മുഖം ഉണ്ടാവും. അങ്ങനെ ഒരു സംഗതി കൂടി ഉണ്ടല്ലോ. നമ്മൾ വാർത്തകളെ കണ്ടിട്ടുള്ളൂ. അല്ല, പക്ഷെ അതിന്റെ അതെ, കേരളത്തിൽ അങ്ങനെ ഒരു സംഗതി ഇല്ല. പിന്നെ ഇപ്പം കഴിഞ്ഞ ബീഹാർ തെരഞ്ഞെടുപ്പിലും ഇതുപോലത്തെ അവരാണ് ഇങ്ങനെ ഒരു സൗജന്യ സാധനത്തിന്റെ ഒരു പെട്ടെന്ന് പറഞ്ഞ് അവസാനിപ്പിക്കാൻ തോന്നും. ഓക്കെ, ഇങ്ങനെയാണ് ഇതിന്റെ ഒരു സൗജന്യത്തിന്റെ ഒരു സാധനം ഇതിലേക്ക് വരുന്നത്. കേരളത്തിന്റെ പതിവ് രീതി ആയിരുന്നില്ല എന്നുള്ളത് ഇതിന്റെ കൂടെ പറഞ്ഞു പോകണം. എനിക്കൊന്ന് 2 കമന്റ് ജസ്റ്റ് ഓടിച്ച് വായിച്ചു പോവാം. അപ്രായോഗിക കാര്യങ്ങൾ ചേർത്ത് പ്രകടന പത്രിക ഇറക്കുന്നത് ജനവഞ്ചനയാണ്. മിക്കവരും സൗജന്യങ്ങളും സമ്മാനങ്ങളും പണവുമാണ് ഓഫർ ചെയ്യുന്നത്. ഭരണച്ചെലവ് കുറയ്ക്കുമെന്നോ മന്ത്രിമാരുടെ എണ്ണം കുറയ്ക്കുമെന്നോ അല്ലെങ്കിൽ വരുമാനം ഉണ്ടാക്കുന്ന എന്തെങ്കിലും പദ്ധതികളെക്കുറിച്ചോ ആരും പറയുന്നില്ല. 95% റവന്യൂ വരുമാനവും ചെലവഴിക്കുന്നത് സാമാജികരുടെയും സർക്കാർ ജീവനക്കാരുടെ ശമ്പളത്തിനും പെൻഷൻ ആനുകൂല്യത്തിനും വേണ്ടിയാണ്. പിന്നെ സൗജന്യങ്ങൾ കൊടുക്കണമെങ്കിൽ വായ്പ എടുക്കണം, അല്ലെങ്കിൽ ഭാരിച്ച നികുതി ചുമത്തണം. ഫൈൻ പോലും ഒരു വരുമാന മാർഗമായി സ്വീകരിക്കേണ്ട അവസ്ഥ വരും. നിയമലംഘകരെ പ്രോത്സാഹിപ്പിക്കേണ്ട നിലപാടാണ് എന്നുള്ള വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു കമന്റ്. സൗജന്യമായിട്ട് ബന്ധപ്പെട്ടിട്ടേ ബീഹാറിൽ ഈ പറഞ്ഞ പോലെ കഴിഞ്ഞ തവണ നിതീഷ് കുമാർ സർക്കാർ അധികാരത്തിൽ വന്ന് തന്നെ ഈ പറഞ്ഞ പോലെ ഈ ഫ്രീ ബീസ് കൊടുത്തിട്ടാണ് ആരോപണം ഭയങ്കരമായിട്ടുണ്ടായിരുന്നു. സ്ത്രീകൾക്ക്, അവിടെ സ്ത്രീകളാണല്ലോ വോട്ടർമാർ കൂടുതൽ, അന്ന് സ്ത്രീകളുടെ അക്കൗണ്ടിലേക്ക് ഇട്ടുകൊടുത്തത് 10,000 രൂപയാണ് ഇലക്ഷൻ തൊട്ട് മുന്നേ. അപ്പം അതായത് എല്ലാ ഒരു കുടുംബത്തിലാണെങ്കിലും അതെ ഈ പിന്നെ അന്ന് ചേർന്നിട്ടായിരുന്നല്ലോ, BJP ചേർന്നിട്ടായിരുന്നല്ലോ. അപ്പം 10,000 രൂപ ഇട്ട് കൊടുത്തത് അന്ന്. എനിക്ക് തോന്നുന്നത് 4-3 ഭൂരിപക്ഷത്തിനാണ് അവരവിടെ ജയിക്കുന്നത്. അപ്പൊ ഈ ഫ്രീ ബീസിന്റെ ഒരു സ്വാധീനം എത്രത്തോളം ഉണ്ട് എന്നുള്ളതാണ്. സുപ്രീം കോടതി മുമ്പ് പറയുകയും ചെയ്തിട്ടുണ്ടല്ലോ, ഇങ്ങനെ സൗജന്യങ്ങൾ വാരിക്കോരി കൊടുത്താൽ ഈ വികസനങ്ങൾക്ക് എവിടെ നിന്ന് എടുത്തിട്ട് കാശ് കൊടുക്കും. അതിപ്പോ കേരളത്തിനും ആ ചോദ്യം ബാധകമായി തുടങ്ങും. അതെ. ഇവിടെയുള്ള ആളുകൾക്ക് വേണ്ടത് എന്താണ്? ഒരുപാട് സൗജന്യങ്ങളല്ലല്ലോ വേണ്ടത്, അടിസ്ഥാനപരമായിട്ടുള്ള തൊഴിൽ, പാർപ്പിടം, അങ്ങനെയുള്ള കാര്യങ്ങളാണ്, വിദ്യാഭ്യാസം, ഇങ്ങനെയുള്ള ആവശ്യങ്ങളാണ് വേണ്ടത്. അല്ലാതെ ഒരുപാട് സൗജന്യങ്ങൾ തന്നിട്ട് സർക്കാർ ഉണ്ടാക്കാൻ സഹായിക്കൂ എന്ന് പറയുന്നത് ഒരു എന്തിനാ ഇത്ര ഓഫർ? എന്തിനാണ്? അതൊരു നല്ല മാതൃകയല്ല. അത് കേരളത്തിൽ അങ്ങനെ ഒരു രീതി ഉണ്ടായിരുന്നില്ല. ഇല്ല. നമുക്ക് പദ്ധതികൾ പറയാം, ഈ പറഞ്ഞതുപോലെ ക്ഷേമ പെൻഷൻ അല്ലെങ്കിൽ അതിവേഗ അങ്ങനെയുള്ള പദ്ധതികൾ പറയാം. ഈ അല്ലാതെ ഈ ഓഫറുകൾ, ഇത്രയും ഓഫറുകൾ, ഇത് മറ്റേ നമ്മള് സൂപ്പർ മാർക്കറ്റില് പിന്നെ സാധനം മേടിക്കാൻ പോകുന്നതല്ലല്ലോ. ഒരു സർക്കാരിന് 5 വർഷം നമ്മളെ പിന്നെ സേവിക്കാനുള്ള ഒരു സർക്കാരിനെ
തെരഞ്ഞെടുക്കുന്ന ഒരു പ്രക്രിയയാണ്. അതിന് ഇത്രയും ഓഫറുകൾ എന്തിനാണ്? അല്ല, ഇപ്പം നമ്മൾ പൊതുവെ എന്താ ചെയ്യുക, സാമ്പത്തികമായി ഞെരുക്കമുള്ള കുടുംബങ്ങളെ സഹായിക്കാൻ വേണ്ടിയിട്ടുള്ള പദ്ധതികൾ, സാധനങ്ങൾ മുന്നോട്ട് വെക്കും. അവർക്ക് അതിനുള്ള സഹായങ്ങൾ വാഗ്ദാനം ചെയ്ത് നൽകും. അതൊരു നല്ല രീതിയാണ്. സാഹചര്യം ഒരുക്കുക എന്നുള്ളതാണ്. കൊണ്ടുവരിക അത്രയല്ലേ ഉള്ളൂ. അതല്ലേ വേണ്ടത്. അതാണ് ചെയ്യേണ്ടത്. ആത്മാഭിമാനം ചോദ്യം സ്വയം പര്യാപ്തതയിലേക്ക് എത്തിക്കുക എന്നാണ്. അതാണ് ചെയ്യേണ്ടത്. അതിന് പകരം നമ്മൾ ഇതെല്ലാം കൊടുത്ത് മടിയന്മാരാക്കുക, അലസന്മാരാക്കുക. അത് സുപ്രീം കോടതി പറഞ്ഞിട്ടുണ്ട്. നമ്മൾക്ക് ഇത് തന്നെ തോന്നില്ലേ, പിന്നെ ഒരു സെൽഫ് റെസ്പെക്റ്റിനെ ചോദ്യം ചെയ്യപ്പെടുന്നത് പോലത്തെ ഒരു സംശയം സ്വാഭാവികമായിട്ട് ഉണ്ടാവാം. പ്രകടന പത്രികയിൽ 3 മുന്നണികളും ഒരുപോലെ നൽകിയ വാഗ്ദാനമാണ് ക്ഷേമ പെൻഷൻ 3000 രൂപയാക്കി ഉയർത്തുമെന്നത്. ഈ സാമ്യം ഒഴിച്ചു നിർത്തിയാൽ മറ്റു വാഗ്ദാനങ്ങളിൽ 3 മുന്നണികളും വ്യത്യസ്തത പുലർത്തിയിട്ടുണ്ട്. ദാരിദ്ര്യ നിർമ്മാർജ്ജനം, ഭൂരഹിതരില്ലാത്ത കേരളം, 25 ലക്ഷം രൂപയുടെ ആരോഗ്യ പരിരക്ഷ, സ്ത്രീകൾക്ക് KSRTC ബസ്സുകളിലെ സൗജന്യ യാത്ര, ഭക്ഷ്യ ആരോഗ്യ സുരക്ഷാ കാർഡ്, എയിംസ് തുടങ്ങി ജനങ്ങളെ ആകർഷിപ്പിക്കുന്ന വാഗ്ദാനങ്ങളാണ് 3 മുന്നണികളുടെ ബന്ധത്തിൽ സംശയമില്ല. പ്രകടന പത്രികയിൽ മുന്നിൽ നിൽക്കുന്നത് UDF ആണെന്ന് ന്യൂസ് മലയാളത്തിന്റെ പ്രേക്ഷകരിൽ ബഹുഭൂരിപക്ഷം പേരും അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. തെരഞ്ഞെടുപ്പ് ഫലത്തിലും അത് അങ്ങനെ തന്നെയാണോ എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം.